ചേട്ടാ ഇത് സ്റ്റാച്യു ഓഫ് യൂണിറ്റി അല്ലേ? സ്റ്റാച്യു ഓഫ് യൂണിറ്റി ലൈവ് ഷോയോ? അതേടാ, സ്റ്റാച്യു ഓഫ് യൂണിറ്റി തന്നെ, ഗുജറാത്തിലെ സ്റ്റാച്യു ഓഫ് യൂണിറ്റി. അതിൽ എല്ലാ ദിവസവും 7:30-ക്ക് ലൈറ്റ് ഷോ സ്റ്റാർട്ട് ചെയ്യും. ഏകദേശം 1 മണിക്കൂറോളം ഉണ്ട് ഈ ലൈറ്റ് ഷോ. സ്റ്റാച്യു ഓഫ് യൂണിറ്റിയിൽ ഇങ്ങനെ സെറ്റപ്പ് ഉണ്ടായിരുന്നല്ലേ? അതെ, ആ ലൈറ്റ് ഷോ അടിപൊളിയാണ്. ആദ്യം സ്ലോ ആയിട്ട് ലൈറ്റ് ഷോ തുടങ്ങും. ഇപ്പം നമുക്ക് കാണാം, അതിൽ ഇങ്ങനെ പയ്യെ പയ്യെ സ്ലോ ആയിട്ട് തുടങ്ങും, പിന്നെ ഗ്ലോ ചെയ്യും, പിന്നെ പാട്രിയോട്ടിക് മ്യൂസിക് ബാക്ക്ഗ്രൗണ്ടിൽ, പിന്നെ സുഭാഷ് ചന്ദ്രബോസ്, ഗാന്ധിജി, സർദാർ വല്ലഭായ് പട്ടേൽ ഇവരുടെയൊക്കെ ശബ്ദം കൊണ്ട് ആ ഒരു ഏരിയ മുഴുവനും അടിപൊളിയായിരിക്കും. നമുക്ക് രോമാഞ്ചം തോന്നും അത് കേൾക്കുമ്പോൾ തന്നെ. ഈ ലൈവ് ഷോ അരമണിക്കൂറുണ്ടല്ലേ? ഈ അരമണിക്കൂർ അപ്പോൾ ലൈവ് ഷോയിൽ എന്ത് സ്റ്റോറി ആയിരിക്കും കാണിക്കുന്നത്? ഈ അരമണിക്കൂറിൽ ഇന്ത്യയുടെ ഐക്യത്തെക്കുറിച്ചും ഹിസ്റ്ററിയുമാണ് ഇതിൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ജസ്റ്റ് ലൈറ്റ് ഷോ മാത്രമല്ല, അതിന്റെ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കും ആ ബാക്ക്ഗ്രൗണ്ടിലുള്ള കഥ എക്സ്പ്ലെയിൻ ചെയ്യുന്ന രീതിയും എല്ലാം വളരെ ഒരു രോമാഞ്ചം ജനിപ്പിക്കുന്ന രീതിയിലുള്ളതാണ്. ഈ അരമണിക്കൂർ കണ്ണടച്ച് തുറക്കുന്ന പോലെ പോകും. കാരണം ഒരു സെക്കൻഡ് പോലും നമുക്ക് അതിൽ നിന്ന് കണ്ടു മാറ്റാനാവില്ല. അത്രയും അടിപൊളി ഒരു രംഗമാണ് ആ ലൈറ്റ് ഷോ എന്ന് പറയുന്നത്. ചേട്ടൻ നിൽക്കുന്ന അകലെ നിന്ന് എടുത്ത് ഇവിടെ അടുത്ത് എടുത്തില്ലായിരുന്നു? അതാകുമ്പോൾ കാണാൻ വീഡിയോയും ഇച്ചിരി എടുപ്പുണ്ടാവില്ലായിരുന്നു? എടാ, അതൊരു അബദ്ധം പറ്റിയതാണ്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ടിക്കറ്റ് എടുത്തു സ്റ്റാച്യു ഓഫ് യൂണിറ്റി മൊത്തം കാണുവാനും പിന്നെ ഗാർഡനും അങ്ങനെയുള്ളതൊക്കെ കാണാൻ വേണ്ടി. പക്ഷേ ഈ ലൈറ്റ് ഷോയ്ക്ക് പ്രത്യേക ഫീസ് ഉണ്ടെന്നോ അല്ലെങ്കിൽ പ്രത്യേക ടിക്കറ്റ് എടുക്കണമെന്ന് എനിക്ക് അറിയില്ലായിരുന്നു. ലാസ്റ്റ് വന്നു കഴിഞ്ഞപ്പോഴത്തേക്കായിരുന്നു ഇങ്ങനെ ഒരു സംഭവം ഉണ്ട്. അന്നേരത്തിന് ടിക്കറ്റ് ക്ലോസ് ആവുകയും ചെയ്തു. അപ്പോൾ അങ്ങനെയാണ് ഞാൻ പുറത്ത് വെച്ചിട്ട് ദൂരെ സൂം ചെയ്തെടുത്തുകൊണ്ടാണ് ഈ ഒരു ക്ലാരിറ്റി കുറവ് വരുന്നത്. ഇല്ലെങ്കിൽ ഒരു നല്ല സീറ്റിംഗ് അറേഞ്ച്മെന്റ് ആയിട്ട് സ്റ്റാച്യൂന്റെ താഴെ തന്നെ അടിപൊളി വിഷ്വലൈസ് ചെയ്തിട്ട് കാണാൻ പറ്റുമായിരുന്നു. അപ്പോൾ നീ പോകുമ്പോൾ ഉറപ്പായിട്ടും ആ ടിക്കറ്റ് കൂടെ എടുക്കാനായിട്ട് ഓർക്കണം. ചേട്ടാ സ്റ്റാച്യു ഓഫ് യൂണിറ്റി കാണുന്നതിന് ടിക്കറ്റ് ഉണ്ടല്ലേ? ഓ ലൈവ് ഷോയ്ക്ക് സെപ്പറേറ്റ്. അപ്പോൾ മൊത്തം ടിക്കറ്റ് വരും. ഈ ടിക്കറ്റ് നമ്മൾ എങ്ങനെ എടുക്കുന്നത്? ഈ ടിക്കറ്റ് നമുക്ക് വെബ്സൈറ്റിലൂടെ ഓൺലൈനായിട്ട് എടുക്കാം. അല്ലെങ്കിൽ അവിടെ കൗണ്ടർ ഉണ്ട്, ക്യാഷ് കൊടുത്ത ടിക്കറ്റ് കിട്ടും. പക്ഷേ വേറെ ഗൂഗിൾ പേയോ അങ്ങനെയൊന്നും ഉപയോഗിക്കില്ല, അവർ അക്സെപ്റ്റ് ചെയ്തില്ല. ഒന്നുമില്ലെങ്കിൽ ക്യാഷ് ആയിട്ട് കൊണ്ടുപോകണം, അല്ലെങ്കിൽ ഓൺലൈനായിട്ട് എടുക്കണം. ഈ ഷോ ടിക്കറ്റ് ഏകദേശം 250 രൂപ വരുന്നത്. പക്ഷേ നമ്മൾ കോംബോ പാക്ക് എടുക്കുമ്പോഴത്തേക്കും, അതായത് സ്റ്റാച്യു, വാല്യൂ ഓഫ് ഫ്ലവേഴ്സ്, ഗ്ലോ ഗാർഡൻ ഇതെല്ലാം കാണണമെങ്കിൽ ഒരേ ഇതിലെടുക്കുകയാണെങ്കിൽ നമുക്ക് എമൗണ്ടിൽ കുറവുണ്ടാവും. എന്റെ ട്രാവൽ ലൈഫിലെ ഒരു ബെസ്റ്റ് നൈറ്റ് ഷോ എക്സ്പീരിയൻസ് ആണ് ഇത്. ശരിക്കും ഡ്രോണൊക്കെ എടുത്തുകൊണ്ട് പോയി നമ്മൾ ഷൂട്ട് ചെയ്യേണ്ട ഒരു കാര്യമായിരുന്നു. എടാ, ഇത് ശരിക്കും പറഞ്ഞാൽ വാക്കുകൾ കൊണ്ട് പറഞ്ഞ് ഞാൻ അനുഭവം മനസ്സിലാക്കാൻ പറ്റില്ല. ശരിക്കും നമ്മൾ അവിടെ പോയി തന്നെ കാണണം. ഞാൻ ഒരിക്കലും പറയില്ല വീഡിയോ കാണണം, വീഡിയോ കണ്ട് തന്നെ ആസ്വദിക്കണം എന്നുള്ളത്. നേരിട്ട് അവിടെ പോയി കണ്ടു കഴിഞ്ഞാലേ നമുക്ക് അറിയാൻ പറ്റുള്ളൂ. നീ നോക്കിയിട്ടുണ്ട് അദ്ദേഹത്തിന്റെ ജീവചരിത്രവും കാര്യങ്ങളൊക്കെ കാണിക്കണം. കുറച്ച് വീഡിയോ ഒന്ന് കണ്ടു നിൽക്കാം. അപ്പോൾ നിനക്ക് കറക്റ്റ് മനസ്സിലാവും, ഏകദേശം ഐഡിയ കിട്ടും. എന്നാൽ ഇത്രയും വലിയ സ്റ്റാച്യു ഇവർ എങ്ങനെ ലൈറ്റ് സെറ്റ് ചെയ്തു? ഈ സ്റ്റാച്യൂടെ ഉയരം എത്രയെന്ന് അറിയാമോ? 790 ഫീറ്റ്, അതായത് 240 മീറ്റേഴ്സ് ഉണ്ട് ഈ സ്റ്റാച്യൂടെ ഹൈറ്റ്. ഒന്ന് ആലോചിച്ച് നോക്കിയാൽ അത്ര ഹൈറ്റിലാണ് ഈ ലൈറ്റ് ഷോ നടത്തുന്നത്. എന്ത് അടിപൊളിയായിട്ടാണ് നോക്കുക. നമ്മൾ വീഡിയോ തന്നെ കാണുമ്പോൾ തന്നെ ഇത് ഭയങ്കര അത്ഭുതപ്പെടില്ലേ? കാരണം അതിന് ശരിക്കും ഈ ലൈറ്റ് ഷോ മാത്രമല്ല, ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കും അതിന്റെ ബാക്ക്ഗ്രൗണ്ടിലെ ആ കഥ പറയുന്ന രീതിയെല്ലാം കേട്ട് കഴിഞ്ഞാൽ ശരിക്കും നമ്മൾ രോമാഞ്ചപ്പെടുത്തമായി പോകും. ശരിക്കും നമുക്ക് ഭയങ്കര അനുഭവമായി പോകും. ഓരോ ഇന്ത്യക്കാരും ഈ ഷോ കണ്ടിരിക്കേണ്ടതാണ്. നോക്കണ്ട, ഓരോ ഹിസ്റ്ററിയാണ് ആ സ്റ്റാച്യൂവിൽ ഓരോ റിഫ്ലക്ഷൻ ആയിട്ട് വരുന്നത്. ലൈഫ് മിനിറ്റ് കണ്ടില്ലേ മഹാത്മാഗാന്ധിയുടെ കഥകളും. അത് ശരിക്കും പറഞ്ഞാൽ ഞാൻ റെക്കോർഡ് ചെയ്യണം ഇത്. പക്ഷേ പ്രോപ്പറായിട്ട് ഒരുപാട് പേര് നിന്ന് എല്ലാവരും കൂടി ആർക്കും രസിച്ചായിരുന്നു ഇത് കേട്ടിരുന്നത്. അപ്പോൾ ആ കാഹളം മുഴുവൻ കേൾക്കുന്നതുകൊണ്ട് നമുക്ക് കറക്റ്റായിട്ട് റെക്കോർഡ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ടാണ് എനിക്ക് ആ റെക്കോർഡ് വോയിസ് വിടാൻ പറ്റായിരുന്നു. ഇല്ലെങ്കിൽ നമുക്ക് കറക്റ്റായിട്ട് ആ റെക്കോർഡ് വോയിസ് കൂടെ വെച്ച് കഴിഞ്ഞാൽ തന്നെ നമുക്ക് ഭയങ്കര ഒരു അനുഭവമായിരിക്കും ഇത് ചെയ്യാനായിട്ട്. ആ വീഡിയോ തന്നെ കാണുമ്പോൾ കണ്ടില്ല, സൂപ്പർ അല്ലേ? നല്ല രസമുണ്ട്. കുറേ നേരം ഞാൻ നോക്കി ഇങ്ങനെ ഇരുന്നു പറയാൻ പറ്റാമെങ്കിൽ